ഹലോ കൂട്ടുകാരെ, നമ്മുടെ നാട്ടിലെ ഓണപ്പരിപാടിയുടെ രണ്ടാം ദിവസം കേട്ടോ. അപ്പോൾ രണ്ടാം ദിവസമായിട്ട് നടത്തി വരുന്ന വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ അവസാന ഭാഗമായിരുന്നു ഉച്ചവരെ. ഞാൻ ഉച്ച തിരിഞ്ഞാണ് കേട്ടോ അവിടെ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് നല്ല വെയിലൊക്കെ ഉണ്ട്. നമ്മുടെ മത്സരാർത്ഥികളൊക്കെ അതേ വാഴക്കറ്റത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. വാഴയിൽ പാമയിലൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മേളിൽ കയറാൻ. വളരെ രസകരമായിരുന്നു കേട്ടോ. കാണികൾക്ക് സന്തോഷം, മത്സരാർത്ഥികൾക്ക് സന്തോഷം. പരിശ്രമമാണല്ലോ വിജയത്തിലോട്ടുള്ള വഴി. എല്ലാവരും ശരിക്കും പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വാഴക്കറ്റ മത്സരമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമീപവാസികളും പ്രദേശവാസികളും നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഇതേ ഉറിയടി മത്സരമായിരുന്നു. സൈഡിൽ കണ്ടോ, ഉറിയിട്ടിട്ടുണ്ട്. നമ്മുടെ മത്സരാർത്ഥികളെല്ലാം കണ്ണൊക്കെ കെട്ടി കാണാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ അമ്മാവൻ അനൗൺസ്മെൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വടിയെല്ലാം കൊടുത്തവരെ നിർത്തി. താഴെ തിണ്ണയുടെ താഴെ ഇറങ്ങി നിന്ന് ഞാൻ അവിടുന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ചാടി മേളിൽ കയറി നിന്നു കേട്ടോ. എന്തിനാ വെറുതെ തല വെച്ച് കൊടുക്കുന്നത് എഴുതി കേട്ടോ. കണ്ണ് കെട്ടിയ പിന്നെ ഇതാണ് അവസ്ഥ. എങ്ങോട്ടൊക്കെയാണോ പോകുന്നത്, ഉറിയും തപ്പി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ലക്കില്ലാത്ത പോക്ക് കാണാൻ. എനിക്ക് രസമായിട്ട് തോന്നി എന്നാന്നറിയാം, ഒരാൾ ഉറിയലൊന്ന് തട്ടിയാൽ മതി, ആ ഒച്ച കെട്ടിയുമ്പോൾ എല്ലാവരും ചട്ടപ്പെട്ട അടിയായിരിക്കും. ഞാനിത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇത് രസകരമായ രീതിയിൽ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ ഉറിയടി മത്സരമൊക്കെ. ഇതൊക്കെയാണല്ലോ നമ്മളൊരു സന്തോഷം അല്ലേ, എല്ലാവരും കൂടി ചേരുമ്പം, ഓരോ മത്സരങ്ങളൊക്കെ കാണുമ്പം, അതിൽ പങ്കുചേരുമ്പം. അങ്ങനെ ഉറി അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. മത്സരാർത്ഥി കണ്ടാ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക ടൈപ്പ് മത്സരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സ്ലോ ബൈക്ക് റേസിങ്. അപ്പനും മകളും കൂടി ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ബൈക്ക് റേസ് ചെയ്ത് വെച്ചുകൊണ്ട് വളരെ സ്ലോ മോഷനിൽ ഏറ്റവും ഒടുവിൽ ആൾ ചെല്ലണം, പോയിന്റിലെത്തണം. ഭയങ്കര പാടാല്ലേ, കാണുന്ന പോലെ അല്ലേ, ഭയങ്കര ഇഷ്ടപ്പാടാ. കാല് തട്ടാൻ പാടില്ല, നിലത്ത് മുട്ടാൻ പാടില്ല, അതിന് വരയില്ലേ അതിൽ ബൈക്ക് തട്ടാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നിയമങ്ങൾ. ഏറ്റവും സ്ലോ ആയി ഏറ്റവും അവസാനം ചെല്ലാവുള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ ഇതേ നമ്മളെല്ലാം കാത്തിരിക്കുന്ന പരിപാടി എന്തായിരുന്നു മനസ്സിലായാലോ അല്ലേ, വടംവലി മത്സരം. അപ്പോൾ നമ്മൾ ഓണപ്പരിപാടിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും, വടംവലി മത്സരം ഉണ്ടോ എപ്പോഴാ എന്ന് ചോദിക്കും. ഞാനും അങ്ങനെയാണ് ചോദിക്കുന്നത് കേട്ടോ, ആദ്യം ചോദിക്കുന്നതായിരിക്കും. കാരണം അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മത്സരത്തിൽ ആദ്യം നമ്മുടെ നാട്ടിലെ വുമൻസിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ മത്സരമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയൊക്കെ ആയിട്ടുണ്ട്. വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ വെറുതെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ മുകളിൽ തിട്ടയുടെ മുകളിൽ കയറി നിന്നു. പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തു കേട്ടോ. വാശികരമായ മത്സരമായിരുന്നു. ഏതായാലും എല്ലാവരും നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടോ മത്സരത്തിനായിട്ട്. എല്ലാവരും ശരിക്കും പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതേ മെൻസിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ചേട്ടന്മാരും പലയിടത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ, വന്നു. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. വടംവലി ആരംഭിച്ചു. 3 4 എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ആ സമയമൊക്കെ ആയപ്പോൾ കുഞ്ഞ് ഉറങ്ങി കേട്ടോ. ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഇരുന്ന് അവൾ ഉറങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങിയതുകൊണ്ട് പിന്നെ ഞാനും അവളെ എടുത്ത് കുറേ നേരം പിടിച്ചു. അതുകൊണ്ട് വീഡിയോ നന്നായിട്ടൊന്നും എനിക്ക് അങ്ങ് എടുക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ കാണികളുടെ ആവേശം ഒരു ഭയങ്കര കേട്ടോ. അവർ കൊടുക്കുന്നൊരു സപ്പോർട്ടുണ്ടല്ലോ, അത് മത്സരാർത്ഥികൾക്ക് വളരെ ഒരു എനർജി കൊടുക്കും. എനിക്ക് മനസ്സിലായ കാര്യം കേട്ടോ.
സപ്പോർട്ടാണല്ലോ എല്ലാത്തിൻ്റെയും മുമ്പിലേക്ക് പോകാനൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞു. രാത്രിയൊക്കെ ഇരുട്ടിയായി തുടങ്ങി. ഞാൻ പറഞ്ഞു കൊച്ചു തുടങ്ങി, കുറേ നേരം ആയല്ലോ, കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങി, മടുത്തു. കൊച്ചിനാണെങ്കിൽ വിശക്കുന്നൊക്കെ ഉണ്ട്, പോയേക്കാം എന്ന് പറഞ്ഞു വീട്ടിലോട്ട്. ഇനിയും പരിപാടിയുണ്ട് കേട്ടോ. ഇനി മീറ്റിംഗ് ഉണ്ട്, പിന്നെ ഗാനമേളയുണ്ട്, ഓരോ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ കുഞ്ഞ് ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇതേ നമ്മുടെ വുമൻ ഫെലോഷിപ്പിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടല്ലോ, ഇന്ന് കടിയും ചായയൊക്കെ. ഇതേ കപ്പയുണ്ട്, മീനുണ്ട്, ഇന്ന് ബോളിയുണ്ട്, ബീഫുണ്ട്. ബോളിയും ബീഫും ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പയും മീൻ കറി തിന്നാൻ പറഞ്ഞ് എൻ്റെ നാത്തിന് ഭയങ്കര വഴക്ക്. ഏതായാലും വീട്ടിൽ ചെന്ന് നല്ല വിശപ്പുണ്ട്. കപ്പയും മീനും കഴിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചു കേട്ടോ. പിന്നെ നടന്ന പരിപാടികൾ ഇതൊക്കെയായിരുന്നു. മീറ്റിംഗ് ഉണ്ടായിരുന്നു, നമ്മുടെ ചേച്ചിമാരുടെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. വളരെ രസമായിരുന്നു കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. അവിടെ പിന്നെ ഓരോ മത്സരങ്ങൾക്ക് അതിൻ്റേതായ സമ്മാനദാനം. ആ പൂങ്കുഴിയൊക്കെ ഇപ്പോൾ എവിടെയുണ്ടോ എന്തോ. പിന്നെ നമ്മൾ പഠിച്ചു മുമ്പോട്ട് പോയ കുട്ടികൾക്കുള്ള പ്രോത്സാഹനമായിട്ട് അവർക്കുള്ള സമ്മാനം. പിന്നെ നോക്കൂ, ഗാനമേള ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പോയായിരുന്നു കേട്ടോ. നേരത്തെ പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ആയി കാണുന്നത്. ഇരുട്ടിയായിരുന്നല്ലോ ഞാൻ പോകുന്ന വഴിക്ക്. ഈ ഇരട്ടത്ത് ഞങ്ങളെടുത്ത വീഡിയോ. ചെന്ന ഉടനെ ബീഫും വാഴയ്ക്ക പൊളിയും കൂടി ഒരു തട്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്ത വർഷത്തേക്ക് വേണ്ടി ഞാൻ വീണ്ടും നോക്കിയിരിക്കുന്നു. നല്ലൊരു ഓണക്കാലം, നല്ലൊരു ഓർമ്മ സമ്മാനിച്ച നമ്മുടെ ക്ലബിന്, ഫീനിക്സ് ക്ലബിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അടുത്ത വർഷം ഇനി കാത്തിരിക്കണമല്ലോ. ഏതായാലും എൻ്റെ പുതിയ വീഡിയോ വരും വരയ്ക്കും ബൈ.